Hi students, മാത്സിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രേഖ. നമ്മൾ കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്തത് ട്രാൻസ്പിറേഷൻ എന്താണെന്നും ആൻഡ് വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ട്രാൻസ്പിറേഷൻ. സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ട്രാൻസ്പിറേഷൻ. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ട്രാൻസ്പിറേഷനെ അഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പം അഫക്റ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രാൻസ്പിറേഷനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്പിറേഷനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാം. അതായത് പോസിറ്റീവ് മീൻസ് ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും, നെഗറ്റീവ് മീൻസ് ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് കുറയ്ക്കും, ഡിക്രീസ് ചെയ്യിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ട്രാൻസ്പിറേഷൻ. There are two main factors affecting transpiration. Okay, there are two main factors affecting transpiration. There are external factors and internal factors. So ആദ്യം നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, അതായത് ഒരു പ്ലാന്റിനെ വെച്ച് നോക്കുമ്പോൾ ആ പ്ലാന്റിന്റെ പുറമേയുള്ള, അതായത് അതിന്റെ എൻവയോൺമെന്റിൽ നിന്നുണ്ടാകുന്ന അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ അതിന്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഏതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഒരു പ്ലാന്റിന്റെ ട്രാൻസ്പിറേഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ഫാക്ടർ ഇസ് ദ ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ്. ഓക്കെ, ഏതാണ് ആദ്യത്തെ ഫാക്ടർ? ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ്, അതായത് സൺലൈറ്റിന്റെ തീവ്രത എന്ന് നമ്മൾ പറയും, ഇന്റൻസിറ്റി. ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസ്പിറേഷന്റെ റേറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഡേ ടൈമിലായിരിക്കും. ബിക്കോസ് ഡേ ടൈമിലാണ് സൺലൈറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്ലാന്റിന് ലഭിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ എന്തായിരിക്കും? ട്രാൻസ്പിറേഷന്റെ റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും. കാരണം സൺലൈറ്റ് കൂടുതലായിട്ട് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? സ്ട്രൊമാറ്റ വൈഡ് ഓപ്പൺസ്. സ്ട്രൊമാറ്റ നന്നായിട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കണം ഡേ ടൈമിൽ. അതുകൊണ്ട് തന്നെ സ്ട്രൊമാറ്റ വൈഡ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ട്രാൻസ്പിറേഷൻ റേറ്റും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്റൻസിറ്റി, സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടും. ഓക്കെ, ഇൻ ഡ്യൂറിങ് നൈറ്റ്, രാത്രിയിലാണെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? ഫോട്ടോസിന്തസിസ് നടക്കില്ല. സോ സ്ട്രൊമാറ്റ ഓപ്പൺ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. സോ സ്ട്രൊമാറ്റ ആർ ഗെറ്റിംഗ് ക്ലോസ്ഡ്. ഓക്കെ, സ്ട്രൊമാറ്റ ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ട്രാൻസ്പിറേഷന്റെ റേറ്റ് ഓട്ടോമാറ്റിക്കലി റിഡ്യൂസ്ഡ് ആവും അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ആവും. ഓക്കെ, സോ ഇതാണ് ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ്. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. ഡ്യൂറിങ് ക്ലൗഡി ഡേയ്സ്, ഓക്കെ, നല്ല മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലതായിട്ട് ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ് കുറഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, ക്ലൗഡി ഡേയ്സ്, അത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഇന്റൻസിറ്റി കുറവായിരിക്കും സൺലൈറ്റിന്റെ. ആ സമയത്ത് സ്ട്രൊമാറ്റ പാർഷ്യലി ക്ലോസ്ഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തസിസ് നടക്കണം, ഡേ ആണ് ഫോട്ടോസിന്തസിസ് നടക്കണം. സോ സ്ട്രൊമാറ്റ എന്ത് ചെയ്യണം? പാർഷ്യലി ക്ലോസ്ഡ് ആയിരിക്കും. ചെറുതായിട്ട് തുറന്നിരിക്കും, ചെറുതായിട്ട് പകുതി അടഞ്ഞിരിക്കും. ഓക്കെ, സോ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും, പക്ഷേ ട്രാൻസ്പിറേഷൻ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ്. ഈ ഒരു 3 പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഡേ ടൈമിൽ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുതലായിരിക്കും, നൈറ്റിൽ കുറവായിരിക്കും, ക്ലൗഡി ഡേയ്സിൽ കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഫാക്ടറിലേക്ക് പോകുന്നത് സെക്കൻഡ് ഫാക്ടർ ഇസ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ എങ്ങനെ ട്രാൻസ്പിറേഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാം. എപ്പോഴും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അതായത് ഡേ ടൈമിൽ ടെമ്പറേച്ചർ ഒബ്വിയസ്ലി കൂടുതലായിരിക്കും. ബിക്കോസ് സൺലൈറ്റ് ഉണ്ട്, അല്ലെ? ചൂട് കൂടുതലായിരിക്കും. സൂര്യന്റെ സൺലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? ട്രാൻസ്പിറേഷൻ റേറ്റ് തീർച്ചയായിട്ടും കൂടും. ഓക്കെ, സോ ടെമ്പറേച്ചറും ട്രാൻസ്പിറേഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പിറേഷൻ റേറ്റ് ഇൻക്രീസ് ആകും. ഓക്കെ ആണല്ലോ? സോ ഇനി നമ്മൾ നോക്കുന്നത് the third factor. The third factor is velocity of wind. കാറ്റിന്റെ വേഗത, വെലോസിറ്റി. ഓക്കെ, സോ എങ്ങനെയാണ്? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിൾ ആയി പറയാം. ഒരു ഫ്ലോറിൽ കുറച്ച് വെള്ളം വീണ് കിടക്കുകയാണ്, ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് ഫാനിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഉണക്കാനുണ്ട്, അല്ലെ? സോ അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്ന? വിൻഡിന്റെ വെലോസിറ്റി ആണ്. സോ കാറ്റ് കൂടുതലായിട്ട് അടിക്കുകയാണെങ്കിൽ അവിടെ വെപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപറേഷൻ റേറ്റ് കൂടും. അതുപോലെ തന്നെ ഇവിടെ വിൻഡിന്റെ വെലോസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കര ഒരു വിൻഡി ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്പിറേഷന്റെ റേറ്റ് കൂടുതലായിരിക്കും. കാരണം വെപ്പറേഷന്റെ റേറ്റ് കൂടുതലായിട്ട് അവിടെ സംഭവിക്കും. സോ പ്ലാന്റ് കൂടുതലായിട്ട് ട്രാൻസ്ഫയർ ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പർലി ട്രാൻസ്ഫയർ ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഏതൊക്കെയാണ്? ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ്, ടെമ്പറേച്ചർ ആൻഡ് വെലോസിറ്റി ഓഫ് വിൻഡ്. ഈ മൂന്ന് ഫാക്ടറിലും എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്പിറേഷന്റെ റേറ്റ് കൂടുകയാണ്. ഓക്കെ, ഒരിക്കലും കുറയുന്നില്ല. ഓക്കെ ആണല്ലോ?
അപ്പൊ ഇനി നമ്മൾ അടുത്ത ഫാക്ടറാണ് നോക്കാൻ പോകുന്നത്, ഹ്യൂമിഡിറ്റി. ഓക്കെ, ഇതുവരെ പറയാത്തതിൽ നിന്നും മറ്റൊരു ഫാക്ടറാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഹ്യൂമിഡിറ്റി. എന്താണ് ഹ്യൂമിഡിറ്റി? ഓക്കെ, സോ എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നല്ല റെയിനി ആയിട്ടുള്ളൊരു ദിവസം. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം സൺലൈറ്റ് വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു ദിവസം അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കണ്ടന്റ് എന്തായിരിക്കും? നനവ് കൂടുതലായിരിക്കും, അല്ലെ? ക്ലൗഡി ആയിട്ടുള്ള ഒരു ദിവസം മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുന്ന മോയ്സ്ചർ കണ്ടന്റിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. സോ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ദിവസം സൺലൈറ്റ് കുറവായിരിക്കും, മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ട്രാൻസ്പിറേഷൻ റേറ്റ് ഒബ്വിയസ്ലി എന്ത് ചെയ്യും? കുറയും. ബിക്കോസ് പുറത്ത് ചൂടുണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് ചൂട് അനുഭവപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ വിയർക്കാറുള്ളൂ, അല്ലെ? നമുക്ക് ചൂടടിക്കുമ്പോൾ നമ്മൾ വിയർക്കാൻ തുടങ്ങും. അതുപോലെയാണ് പ്ലാന്റ്സിനും. അവർക്ക് പുറത്തുനിന്ന് ചൂട് കൂടുതലായിട്ട് കിട്ടുമ്പോൾ കൂടുതലായിട്ട് അവർ വാട്ടർ ട്രാൻസ്പയർ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടും. പക്ഷെ പുറത്ത് ഹ്യൂമിഡ് ആണെങ്കിൽ, അതായത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, തണുപ്പാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന്റെ ട്രാൻസ്പിറേഷൻ റേറ്റ് എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയും. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതൊക്കെ വളരെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫ് ഇൻസിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 4ാമത്തെ ഫാക്ടറാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ 5ാമത്തെ ഫാക്ടറിലോട്ട് പോവുകയാണ്, ദ റേറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് പ്ലാന്റിനെ സംബന്ധിച്ചോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ബിക്കോസ് ദേ നീഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ദെയർ ഫോട്ടോസിന്തസിസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു നോർമൽ അളവെന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 0.03% ആണ്. ഓക്കെ, ഇനി ഈ അളവിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് എക്സീഡ് ആവുകയാണെന്ന് വെക്കുക. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ റേറ്റ് 0.03യിൽ നിന്നും കൂടുന്നു. അങ്ങനെ കൂടുന്ന സമയം എന്ത് സംഭവിക്കും? ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയും. ഓക്കെ, ബിക്കോസ് സ്ട്രോമാറ്റാസ് ആർ ഗെറ്റിംഗ് ക്ലോസ്ഡ്. ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് ആവാതിരിക്കാൻ സ്ട്രോമാറ്റാസ് ക്ലോസ്ഡ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? ട്രാൻസ്പിറേഷന്റെ റേറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടുമ്പോൾ, അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോൾ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയുന്നു. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഫാക്ടറിലേക്കാണ് പോകുന്നത്. ഇറ്റ് ഈസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറയുന്നത് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇൻക്രീസസ് വിത്ത് ദ ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പിറേഷന്റെ റേറ്റ് ഇൻക്രീസ്ഡ് ആകുന്നുണ്ട്. ഓക്കെ, സോ ഈ 6 ഫാക്ടേഴ്സ് ആണ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇൻ എ പ്ലാന്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒന്നുകൂടി റീകോൾ ചെയ്യാം. ഏതൊക്കെയാണ് 6 ഫാക്ടേഴ്സ്? ദ ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ്, and then the velocity of wind, temperature, and then what are the humidity അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ 6 ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്റേണൽ ഫാക്ടർ ആണ്. അതായത് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, പ്ലാന്റിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. പക്ഷെ ഇന്റേണൽ ആകുമ്പോൾ എന്താ? പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ഫാക്ടർ. ഓക്കെ, ട്രാൻസ്പിറേഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന പ്ലാന്റിന്റെ ഉള്ളിലുള്ള ഫാക്ടർ ആണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ ലീവ്സ്. ഇലകളിലുള്ള വെള്ളത്തിന്റെ അളവ്, വാട്ടർ കണ്ടന്റ് ഓഫ് ദ ലീവ്സ് ആണ് എക്സ്റ്റേണൽ ഫാക്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ എന്താണ് ഈ വാട്ടർ കണ്ടന്റ് ഓഫ് ദ ലീവ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ലീഫിന്റെ ഉള്ളിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. അത് കൂടുതൽ വെള്ളത്തിന് പുറത്ത് കളയാൻ നോക്കും. പക്ഷേ ലീഫിന്റെ ഉള്ളിൽ വാട്ടർ കണ്ടന്റ് ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ, വളരെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ട്രാൻസ്പിറേഷൻ റേറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. ഓക്കെ, സോ വാട്ടർ ഇസ് ഇൻസഫിഷ്യന്റ് ഇൻ ദ ലീവ്സ്, ദ ട്രാൻസ്പിറേഷൻ റേറ്റ് ഇസ് ഡിക്രീസസ്. ഓക്കെ, കുറയും, സാധാരണയായിട്ട് കുറയും. ഇതാണ് എന്താണ്? ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ ലീവ്സ്. ഇതൊരു ഇന്റേണൽ ഫാക്ടർ ആണ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്നു, അല്ലെ? നമ്മൾ ധാരാളം വെള്ളം കുടിച്ചാൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ എക്സസ് ആവും. അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ അളവും, അതായത് ത്രൂ യൂറിൻ ആൻഡ് സ്വെറ്റ്, കൂടും. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മുടെ യൂറിൻ കണ്ടന്റും കുറയും. അത്രേ ഉള്ളൂ. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ദ ഇന്റേണൽ ഫാക്ടർ, ദാറ്റ് ഇസ് ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ ലീവ്സ്. ഓക്കെ, സോ ഇത്രയുമാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ട്രാൻസ്പിറേഷൻ. ഇനി നമ്മൾ ഒരു അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ദ 5.6 പാർട്ട്, അഡാപ്റ്റേഷൻസ് ഇൻ പ്ലാന്റ്സ് ടു റെഡ്യൂസ് എക്സസീവ് ട്രാൻസ്പിറേഷൻ. ഓക്കെ, അതായത് എക്സസീവ് ആയിട്ടുള്ള ട്രാൻസ്പിറേഷനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് പ്ലാന്റ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഇൻ പ്ലാന്റ്സ് ടു റെഡ്യൂസ് എക്സസീവ് ട്രാൻസ്പിറേഷൻ. അപ്പൊ അഡാപ്റ്റേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ ബോഡി നേടിയെടുക്കുന്ന ഒരു കഴിവിനെയാണ്, കപ്പാസിറ്റിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഇൻ പ്ലാന്റ്സ് ടു റെഡ്യൂസ്
transpiration. The first one is sunken stomata. Okay, the first one is sunken stomata. സോ എന്താണ് സൺകൺ സ്റ്റൊമാറ്റ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ പറയാം, ചില ഡെസേർട്ട് പ്ലാന്റ്സ് നമ്മൾ സീറോഫൈറ്റ്സ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. XCRO സീറോഫൈറ്റ്സ് എന്നാണ് നമ്മൾ ചില ഡെസേർട്ട് പ്ലാന്റ്സുകളെ വിളിക്കുന്നത്. അപ്പോൾ ഡെസേർട്ട് പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ് നമ്മൾ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ്. കാക്ടസ് പോലെയുള്ള ഡെസേർട്ട് പ്ലാന്റ്സുകളുണ്ട്. അതുപോലെ നമ്മുടെ അരുളിച്ചെടിയില്ലേ, നീറിയം, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നീറിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരുളിച്ചെടി, അതും ഈ പറഞ്ഞ കണക്ക് ഒരു സീറോഫൈറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ വളരുന്നുണ്ടെങ്കിലും അതും ഒരു സീറോഫൈറ്റ് ആണ്, അതായത് വാട്ടർ ക്വാണ്ടിറ്റി വളരെ മിനിമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. സോ ഇത്തരം പ്ലാന്റ്സുകൾ അവരുടെ ലീഫിൽ അവരുടെ സ്റ്റൊമാറ്റയെ ഗെറ്റിംഗ് സൺകൺ എന്ന് പറഞ്ഞാൽ എന്താ, മോയ്സ്ചർ കണ്ടന്റ് ചുറ്റും അതിന്റെ അറ്റ്മോസ്ഫിയറിൽ ചുറ്റും നിലനിർത്തിക്കൊണ്ട് ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അത്തരത്തിലുള്ള സ്റ്റൊമാറ്റോസിനെയാണ് നമ്മൾ സൺകൺ സ്റ്റൊമാറ്റോസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് ഓൾറെഡി അവരുടെ അഡാപ്റ്റേഷൻ ആണ്, they should have a sunken stomata in their leaves. Okay, so എന്തിനു വേണ്ടിയിട്ടാണ്? ടു reduce the transpiration rate. Okay, so അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നേറിയം ആണ്. അതിനോടൊപ്പം തന്നെ പറയുന്നു, ഇത്തരത്തിലുള്ള സൺകൺ സ്റ്റൊമാറ്റയുള്ള പ്ലാന്റ്സിന് ചില ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് അവരുടെ സ്റ്റൊമാറ്റയോട് ചേർന്ന് കാണും. അതിന് നമ്മൾ ട്രൈക്കോംസ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ആ ഫിഗർ 5.10 നോക്കിയാൽ കാണാൻ സാധിക്കും. നീറിയം എന്ന് പറയുന്ന പ്ലാന്റിന്റെ സ്റ്റൊമാറ്റയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ലോവർ എപ്പിഡേമസിലായിട്ട് ചെറിയ സ്പൈൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. അത് ആക്ച്വലി എന്താണ്, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈക്കോംസ് കേട്ടോ. അത് ഒരുപക്ഷെ നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് വിസിബിൾ ആയിരിക്കത്തില്ല. ഇൻ എ മൈക്രോസ്കോപ്പിക് സെക്ഷൻ വി ക്യാൻ ഈസിലി വ്യൂ ഇറ്റ്. ഓക്കെ, സോ അതാണ് ട്രൈക്കോംസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രൈക്കോംസും അതുപോലെ സൺകൺ സ്റ്റൊമാറ്റയും എന്ത് ചെയ്യുന്നു, ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു ലീഫിന്റെ ട്രാൻസ്പിറേഷൻ റേറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊരു അഡാപ്റ്റേഷൻ ആണ്. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ അഡാപ്റ്റേഷനിലേക്കാണ്. ദാറ്റ് ഇസ് ഫീവർ സ്റ്റൊമാറ്റോ. ഓക്കെ, ഫീവർ സ്റ്റൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റൊമാറ്റയുടെ എണ്ണം കുറയ്ക്കുക. അതായത് സ്റ്റൊമാറ്റയുടെ എണ്ണം കൂടിയാലല്ലേ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടത്തുള്ളൂ, കാരണം സ്റ്റൊമാറ്റോ വഴിയല്ലേ ട്രാൻസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, സോ സ്റ്റൊമാറ്റയുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ ഒരു ലീഫിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ എമൗണ്ടും ഓട്ടോമാറ്റിക്കലി കുറയും. ഓക്കെ, സോ ചില പ്ലാന്റ്സ് അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ ചെയ്യും. എന്താണ്, സ്റ്റൊമാറ്റയുടെ എണ്ണം കുറച്ചുകൊണ്ട് വാട്ടറിനെ കൺസേർവ് ചെയ്യാൻ ശ്രമിക്കും. സോ ദാറ്റ് ഇസ് ദ പോയിന്റ് നമ്പർ 2, ഫീവർ സ്റ്റൊമാറ്റ. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം, നാരോ ലീവ്സ്. ഓക്കെ, അതെന്താണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാരോ എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് ഏരിയ വളരെ കുറഞ്ഞിരിക്കുക, അതാണ് നാരോ എന്ന് പറയുന്നത്. ഓക്കെ, സോ സർഫസ് ഏരിയ കൂടിയിരിക്കുന്ന ഒരു ലീഫിനകത്ത് തീർച്ചയായിട്ടും സ്റ്റൊമാറ്റയുടെ എണ്ണം കൂടുതലായിരിക്കും. എന്നാൽ നാരോ ആണ് ലീഫ് എങ്കിൽ, അതായത് സർഫസ് ഏരിയ വളരെ കുറഞ്ഞ് വീതി കുറഞ്ഞാണ് ഇല വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റൊമാറ്റയുടെ എണ്ണം കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞ ചെടി തന്നെ നിങ്ങൾ ഓർത്താൽ മതി, നേറിയം, അതായത് നമ്മുടെ അരുളിച്ചെടി. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക. അരുളിച്ചെടിയുടെ ഇല എങ്ങനെയാണെന്ന് നോക്കുക, വളരെ നാരോഡ് ആയിട്ടാണ് അത് ഇരിക്കുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാ, അതൊരു സീറോഫൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യണം, വാട്ടറിനെ അതിനെ കൺസേർവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും, അതിന്റെ ലീഫ് നാരോ ആക്കി വെക്കും. അപ്പൊ ട്രാൻസ്പിറേഷന്റെ റേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അതാണ് ആ ഒരു അഡാപ്റ്റേഷൻ. അപ്പൊ നമ്മൾ 3 പോയിന്റ് പറഞ്ഞു. ഇനി 4ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്, റെഡ്യൂസ്ഡ് എക്സ്പോസ്ഡ് സർഫസസ്. അതായത് ലീഫിന്റെ സർഫസ് സൺലൈറ്റിന് മാക്സിമം എക്സ്പോസ്ഡ് ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ കൂടുതൽ സൺലൈറ്റ് ആ ലീഫിന്റെ സർഫസിലേക്ക് അടിച്ച് വെള്ളം കൂടുതലായിട്ട് ഇവാപ്പറൈസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, സൂര്യനിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന സർഫസിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യാം, ചില ലീവ്സ് റോൾഡ് ആയിട്ടിരിക്കും, ചുരുണ്ടിരിക്കും, അല്ലെങ്കിൽ ചില ലീവ്സ് ഫോൾഡഡ് ആയിട്ടിരിക്കും. ഓക്കെ, അതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ. ഓക്കെ, ടു ബിക്കം റോൾഡ് ഓർ ഫോൾഡഡ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിനെ കുറയ്ക്കുന്നു. അപ്പൊ കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരുന്നെങ്കിലല്ലേ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടത്തുള്ളൂ, സ്റ്റൊമാറ്റോ കൂടുതലായിട്ട് വിസിബിൾ ആവത്തുള്ളൂ. അപ്പം റോൾഡ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയാനായിട്ട് അത് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ഫാക്ടറിലേക്ക് പോവുകയാണ്, ലോസ് ഓഫ് ലീവ്സ്. ഓക്കെ, അതായത് ചില വൃക്ഷങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് ഇല പൊഴിക്കും, അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്ക ഡിസൈഡിയസ് ഫോറസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും, കൂടുതലായിട്ട് ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. സോ ചില വൃക്ഷങ്ങൾ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് എന്ത് ചെയ്യും, ലീവ്സ് പൊഴിച്ചു കളയും. ഓക്കെ, അത് ഒരു അഡാപ്റ്റേഷൻ. ഇനി രണ്ടാമത്തെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്, ചില വൃക്ഷങ്ങളിൽ ലീവ്സിന് പകരം, വൃക്ഷങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചില ഹെർബ് ലൈക്ക് പ്ലാന്റ്സുകളിൽ, ചെറിയ ചെടികളിൽ ഇലയ്ക്ക് പകരം അവർ അതിനെ റെഡ്യൂസ് ചെയ്ത് സ്പൈൻസ് ഒക്കെ ആക്കി മാറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ കാക്ടസ്, ഡിസേർട്ട് പ്ലാന്റ് ഉണ്ടല്ലോ, കാക്ടസ്, കള്ളിമുൾ ചെടി എന്നൊക്കെ നമ്മൾ പറയും. അതിനകത്ത് നമുക്ക് ഇലകൾ കാണാൻ പറ്റുമോ? ഒരിക്കലും ലീവ്സ് ഇല്ല, പകരം അതിനകത്ത് എന്താ ഉള്ളത്,
നല്ല ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെം ഉണ്ട്, അതോടൊപ്പം സ്പൈൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ലീവ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്പൈൻസ് ആണ്. കാരണം ലീവ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റൊമാറ്റോ കാണത്തുള്ളൂ. അപ്പൊ സ്റ്റൊമാറ്റോ ഉണ്ടെങ്കിൽ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ആ ലീവ്സിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ആ സ്റ്റെമ്മിനകത്തായിരിക്കും അവർ ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, അതായത് അവർക്ക് ലീവ്സ് ഇല്ലാത്തത് കൊണ്ട് ലീഫ് ചെയ്യേണ്ട ഫോട്ടോസിന്തസിസ് എന്ന ജോബ് ആര് ചെയ്യും? സ്റ്റെം, ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെം ചെയ്യും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ലോസ് ഓഫ് ലീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ലീവ്സിന് പകരം ചില പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ്ഡ് ആയിട്ട് സ്പൈൻസും സ്റ്റെംസും ഒക്കെ വെക്കും, കാരണം ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എക്സ്പെഷ്യലി ഇത് ചെയ്യുന്നത് കാക്ടസ് പോലെയുള്ള വാട്ടർ കണ്ടന്റ് അധികം കിട്ടാത്ത പ്ലാന്റ്സുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്ന ഒരു പോയിന്റ് ആണ് തിക്ക് ക്യൂട്ടിക്കിൾ. ഓക്കെ, തിക്ക് ക്യൂട്ടിക്കിൾ, അതായത് ക്യൂട്ടിക്കിൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാ. സോ വാട്ട് ഇസ് ക്യൂട്ടിക്കിൾ? ഒരു ലീഫിനെ സംബന്ധിച്ച് ആ ലീഫിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന സ്മൂത്തി സർഫസിനെയാണ് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ക്യൂട്ടിക്കുലർ ട്രാൻസ്പിറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ആ ഒരു ക്യൂട്ടിക്കുലർ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു ക്യൂട്ടിക്കിളിന്റെ തിക്നെസ് കൂട്ടിയാൽ മതിയെന്ന്. ഓക്കെ, സോ ക്യൂട്ടിക്കിൾ എത്രത്തോളം തിക്കാവുന്നു അത്രത്തോളം ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയും. ഓക്കെ, സോ തിക്ക് ക്യൂട്ടിക്കിൾ ചില പ്ലാന്റ്സിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. Okay, so ഇത്രയുമാണ് what are the adaptations of a plant to overcome the excess transpiration rate. Okay, so നമുക്ക് ഒന്നുകൂടി പറയാം ഏതൊക്കെയാണ് adaptations എന്നുള്ളത്. Number 1, sunken stomata. Okay, also trichomes. Number 2, fever stomata, സ്റ്റൊമാറ്റയുടെ എണ്ണം കുറയ്ക്കുക. And number 3, narrow leaves ന്റെ surface area കുറയ്ക്കുക. And number 4, reduced exposed surface, സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന സർഫസ് കുറയ്ക്കുക. ആൻഡ് നമ്പർ 5, ലോസ് ഓഫ് ലീവ്സ്, എന്ത് ചെയ്യുക? ഈ പറഞ്ഞ കണക്ക് ഇല കുറച്ചിട്ട് സ്പൈൻസ് ഒക്കെ കൂട്ടുക. ഇനി നമ്പർ 6 is thick ക്യൂട്ടിക്കിൾ എന്ത് ചെയ്യുക? തിക്കാക്കുക. അപ്പം റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കുറയും. ഓക്കെ ആണല്ലോ. നിങ്ങൾ ആ ഫിഗർ 5.11 ഒന്ന് നോക്കണം. അതിനകത്ത് ഒരു കാക്ടസിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. മോഡിഫിക്കേഷൻ ഓഫ് ലീവ്സ് ഇൻ സ്പൈൻസ് ഇൻ കാക്ടസ്. ഓക്കെ, 5.11 നോക്കുക. അതിനകത്ത് എന്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഗ്രീൻ സ്റ്റെം ക്യാരീസ് ഔട്ട് ഫോട്ടോസിന്തസിസ്. അതിനകത്ത് നമുക്ക് ലീവ്സ് കാണാൻ പറ്റുന്നില്ല, അതിന് പകരം ഫോട്ടോസിന്തസിസ് നടത്തുന്ന ആരാണ്? ഗ്രീൻ സ്റ്റെം ആണ്. ഓക്കെ, സോ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്പൈൻസ് ഉണ്ട്. ലീവ്സ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ഇൻടു സ്പൈൻസ്. ഇനി നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് എന്താണ്? സ്വെല്ലൻ ആയിട്ടുള്ള സ്റ്റെം വിച്ച് സ്റ്റോർസ് വാട്ടർ, അതായത് വാട്ടർ കണ്ടന്റിനെ ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം മോഡിഫിക്കേഷൻസ് ആ കാക്ടസ് പ്ലാന്റിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ആ ഫിഗറും കൂടി ഒന്ന് വെച്ച് നോക്കുക. And it is very simple. So today we are discussed the topics. എന്തൊക്കെയാണ്? What are the factors affecting the transpiration? It contains external factors and the internal factors. Okay, and then നമ്മൾ എന്താണ് പറഞ്ഞത്? What are the adaptations in plants to reduce excessive transpiration? ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു പ്ലാന്റ് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനോടൊപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നതിന് മുൻപ് ടെക്സ്റ്റ് ബുക്ക് കൂടി എടുത്ത് വെക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഫോളോ ചെയ്തിട്ട് വേണം ക്ലാസ് കേൾക്കാൻ. സോ യു ഈസിലി പിക്ക് അപ്പ് എവറിത്തിങ്. ഓക്കെ, സോ താങ്ക് യു.